ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വെനസ്ഡേ എത്തിയിരിക്കുന്നു നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നപ്പോൾ രാത്രിയാണ് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഉള്ള സമയം. മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു, മേക്കപ്പ് ഒന്നുമില്ല, നത്തിങ്, എല്ലാം ക്ലീൻ ആയിട്ട് വന്നിരിക്കുവാണ്. ഇനി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മുഖം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. മുഖം ആക്ച്വലി പറഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 2-3 കാര്യങ്ങൾ. പ്രധാനമായിട്ട് ഞാനൊരു വൈറ്റമിൻ സിയുടെ സെറം അത് ഞാൻ മുഖത്തേക്കും. പിന്നെ അതൊന്ന് സ്കിന്ന് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് വൈറ്റമിൻ ഇ സെറമായിട്ടാകാം, ഓയിലായിട്ടാകാം, അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ ക്രീമോ ഏത് ഫോമിലാണെങ്കിലും കുഴപ്പമില്ല. വൈറ്റമിൻ ഇ പാർവതിയുടെ മാഞ്ചസ്റ്റർ പോകുന്ന സമയത്ത് അവിടെ നല്ല വൈറ്റമിൻ ഇയുടെ ക്രീം കിട്ടും. അത് മോയ്സ്ചറൈസിങ് ക്രീം, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ വൈറ്റമിൻ ഇയും സിയും കൂടി ഒന്നിച്ച് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വൈറ്റമിൻ സി മാത്രം ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ഔട്ടാവും, നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പോൾ അതിനെ ഒന്ന് മാറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇയുടെ ഒരു ക്രീം എന്തെങ്കിലും തേക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മാത്രമല്ല വൈറ്റമിൻ സിയും ഇയും കൂടി ഒന്നിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കുറച്ചുകൂടി നമ്മുടെ സ്കിന്നിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മുടെ സി ഉപയോഗിച്ചിട്ട് വൈറ്റമിൻ ഇ ഉപയോഗിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഇയുടെ ഗുണം നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടും, അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറയുന്നത്. 2 പ്രധാന കാര്യങ്ങൾ ഒന്നിച്ചാൽ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആവുകയാണെങ്കിൽ ഇത് പരസ്പര പൂരിതങ്ങളായ കാര്യങ്ങളാണ്, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ സി. അപ്പോൾ ആദ്യം ഉപയോഗിക്കേണ്ടത് വൈറ്റമിൻ സി തന്നെയാണ്, അതിൻ്റെ മുകളിലാണ് വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോർമുല തന്നെയാണ് ഞാൻ എൻ്റെ സ്കിന്നിലും ഉപയോഗിക്കുന്നത്. രണ്ടും കൂടി ആകുമ്പോൾ എന്താ പറയുക, രണ്ടും വളരെ പവർഫുള്ളായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാണ്ട് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കും. ഓക്കെ, പവർഫുൾ ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഇത് നല്ല ബ്രൈറ്റനിങ് ആണ്. മുഖത്തുണ്ടാകുന്ന ഒരു ഡാർക്കനിങ്, ഒരു എന്താ പറയുക, ഒരു ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടാവില്ലേ, പിഗ്മെൻറ്റേഷൻ്റെ ഡാർക്ക് സ്പോട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറയ്ക്കാനായിട്ട്, നല്ല ബ്രൈറ്റ് ആക്കാനായിട്ട് വൈറ്റമിൻ സിയും ഇയും കൂടെ കമ്പൈൻ ചെയ്താൽ നല്ലതാണ്. കോമ്പാക്ട്, അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എപ്പോഴും വൈറ്റമിൻ സി എന്ന് പറയുന്ന കാര്യം ഡാർക്കായിട്ടുള്ള ബോട്ടിൽസിലാണ് വാങ്ങാൻ കിട്ടുന്നതും, അതാണ് നല്ലത്. നമ്മളിപ്പോൾ വീട്ടിൽ ഇതിൻ്റെ മുന്നേ ഉള്ള നമ്മുടെ ബ്യൂട്ടി വ്ളോഗ്സ് നിങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. വൈറ്റമിൻ സി വീട്ടിലുണ്ടാക്കുന്ന മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്, എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതുപോലെയുള്ള കുപ്പിയിൽ വരുമ്പോൾ ഇതെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, എന്താ പറയുക, ഇങ്ങനെ ഇതിലിങ്ങനെ എടുത്തിട്ട് ഇത് നമ്മുടെ മുഖത്ത് സ്കിന്നിൽ ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെയാണ്, സ്കിന്നിൽ ടച്ച് ചെയ്യരുത്. ഓക്കെ, ഇതകത്തിടുന്ന ആ ഒരു ഫില്ലറാണല്ലോ, ഫില്ലർ സ്കിന്നിൽ ടച്ച് ചെയ്യാതെ ഇങ്ങനെ മുഖത്തിടണം. പിന്നെ കണ്ടാമിനേഷൻ വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. യെസ്, ഫ്യൂ ഡ്രോപ്സ്. പാറ്റ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു എന്താ പറയുക, ഒരു നീറ്റൽ പോലെയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇച്ചിങ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവും ചിലരുടെ സ്കിന്നിൽ. പക്ഷെ അത് കാര്യമാക്കണ്ട. എങ്കിലും പാച്ച് ടെസ്റ്റ് എപ്പോഴും ചെയ്യണം കേട്ടോ. എനിക്ക് ഓക്കെയാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ നല്ല കമ്പനീസിൻ്റെ വാങ്ങിച്ചാൽ മതി വൈറ്റമിൻ സിയുടെ സെറം. ഒരുപാട് കമ്പനീസിൻ്റെ അവൈലബിൾ, ഞാൻ തന്നെ പല കമ്പനീസിൻ്റെ കാണിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ആമസോണിൽ കിട്ടും, ഓൺലൈനായിട്ട് വാങ്ങിയാൽ. അപ്പോൾ ഒരു ഫ്യൂ മിനിറ്റ്സ് അപ്പോഴത്തേക്ക് ഇതിങ്ങനെ സ്കിന്ന് നന്നായിട്ട് ഇപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ. ഓക്കെ, അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അതുപോലെ സെക്കൻഡ് തിങ് വൈറ്റമിൻ ഇ. ഇതിപ്പോൾ പ്യുവർ വൈറ്റമിൻ ഇ ഓയിലാണ്. വൈറ്റമിൻ ഇ ചേർന്നിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഏതെങ്കിലും, അല്ലെങ്കിൽ അങ്ങനത്തെ ജെല്ലോ എന്താണെങ്കിലും കുഴപ്പമില്ല, വൈറ്റമിൻ ഇ ജെല്ലായാലും മതി. ഇത് അതുപോലെ ഫില്ലറിൽ നിന്നും ഫ്യൂ ഡ്രോപ്സ്. മറ്റേ സെറമായിരുന്നു, ഇത് ഓയിലാണ്. കയ്യിലേക്ക് ഇച്ചിരി ഇട്ടിട്ടായാലും
ഐ പോർഷനിലൊക്കെ ഞാൻ ഇച്ചിരി കൂടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ ഭാഗം അതിൻ്റെ മേൽഭാഗത്തും ചെറുതായിട്ടിങ്ങനെ. ഇത് ഓയിലാണ്, വൈറ്റമിൻ ഇ ഓയിൽ. അപ്പോൾ ഓയിലല്ല, സെറം അല്ലെങ്കിൽ അങ്ങനെ ജെൽ പോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും. ഇപ്പോൾ സെറമാണ്, വൈറ്റമിൻ ഇയുടെ സെറം അല്ലെങ്കിൽ ക്രീമാണെങ്കിലും ഇതുപോലെ തേക്കാം. വൈറ്റമിൻ ഇയുടെ സെറം ആണെങ്കിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത് ഓയിലാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. ഇത് മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഇങ്ങനെയാണ്, പറ്റുന്ന പോലെ. ഓക്കെ, പറ്റാത്ത ദിവസങ്ങളും ഉണ്ട്. ചില ദിവസം ഒന്നും ചെയ്യാണ്ട് കിടന്നുറങ്ങും, മുഖം കഴുകിയിട്ട് ചിലപ്പോൾ ഒന്നും ചെയ്യില്ല, ഭയങ്കര ക്ഷീണമായിരിക്കും, ഉറങ്ങിയാൽ മതി എന്ന് തോന്നുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ ഓടിപ്പോയി കിടന്നുറങ്ങും. അങ്ങനെയും സംഭവിക്കാം. പക്ഷേ വീക്കിലി ഒരു 3-4 ദിവസമെങ്കിലും നന്നായിട്ടിത് തേക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ വൈറ്റമിൻ സിയും സെറമായിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. വൈറ്റമിൻ സി സെറം ആൻഡ് വൈറ്റമിൻ ഇ ഓയിൽ, ഇത് രണ്ടും തേച്ച് കഴിഞ്ഞു. ഇത് രണ്ടും മാത്രമായിട്ട് തേച്ചിട്ട് കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല. ഇനി ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഇപ്പം നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നൈറ്റ് ക്രീം ആണെങ്കിലും കുഴപ്പമില്ല, അതല്ലെങ്കിൽ റെജുവിനേറ്റഡ് നൈറ്റ് ക്രീം, ഇതിലേതെങ്കിലും ഒന്ന് തേക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ അലോവേറ ജെല്ലൊക്കെ ചേർത്തിട്ടൊരു മോയ്സ്ചറൈസിങ് ക്രീം, നൈറ്റ് ക്രീം ഉണ്ടാക്കി കാണിച്ചില്ല. അത് ഭയങ്കര എഫക്റ്റീവാണ്. ചില ദിവസം അതായിരിക്കും ഞാൻ ഇതിൻ്റെ മേലെ പുരട്ടുന്നത്, ചില ദിവസം റെജുവിനേറ്റ് ചെയ്യണം. ഇപ്പം തന്നെ നോക്കിക്കോളൂ, വൈറ്റമിൻ സി സെറവും വൈറ്റമിൻ ഇയും കൂടെ ഞാൻ ഓയിലും അപ്ലൈ ചെയ്തു. അപ്പോൾ മുഖത്ത് ആ വൈറ്റമിൻ ഇ കുറച്ചുകൂടെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് എൻ്റെ ഈ വൈറ്റമിൻ സി സെറം ഞാൻ ഉപയോഗിച്ചതുകൊണ്ട് അത് ഹെൽപ്പ് ചെയ്യും. സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. നല്ല ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. എൻ്റെ സ്കിന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ റിപ്പയറായി കിട്ടും. എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ റിപ്പയർ ആവും. ഞാൻ ഇനി എന്തൊക്കെ കാര്യങ്ങൾ പുറമേ അപ്ലൈ ചെയ്താലും ഉള്ളിൽ കഴിക്കുന്ന കാര്യങ്ങളും പ്രധാനമാണ്. ഞാനകത്ത് കഴിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ചില വൈറ്റമിൻസൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. ഫുഡ് ചിലപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നല്ലതായിട്ട് കഴിക്കാൻ പറ്റണമെന്നില്ല, നല്ല രീതിയിൽ ന്യൂട്രിറ്റീവ്. അപ്പോൾ അതിന് പകരമുള്ള കാര്യങ്ങൾ ഞാൻ ഗുളിക രൂപത്തിലും ഒക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ പ്ലാൻ ചെയ്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കാര്യം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്ന് നന്നായിട്ട് പിടിക്കാനായിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ മേലെ ആണ് ഫൈനലായിട്ടുള്ള കാര്യം ചെയ്തത്. ഇത് നല്ലൊരു മോയ്സ്ചറൈസർ. പിന്നെ ഇത് തന്നെ ഓൾറെഡി മോയ്സ്ചറൈസ്ഡാണ്. ഇത് നോക്കിയാൽ നല്ല ഓയിലി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ ചില ദിവസങ്ങളിൽ, അതായത് ഓൾട്ടർനേറ്റ് ഡേയ്സ്, വെനോറ ഓർഗാനിക്സിൻ്റെ റെജുവിനേറ്റ ഗോൾഡ്, ഇത് 46+ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുന്നതാണ്. അതിൽ നിന്ന് കുറച്ചെടുക്കും, കുറേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഓൾട്ടർനേറ്റ് ഡേയ്സാണ് ചെയ്യുന്നത്. 1-2 ദിവസം റെജുവിനേറ്റ് ഞാൻ മുഖത്ത് പുരട്ടാറുണ്ട്. പിന്നെ ഇടയ്ക്കുള്ള ഓൾട്ടർനേറ്റ് ഡേയ്സ്, പുരട്ടാത്ത ദിവസം ഞാൻ അലോവേറ ചേർത്ത് വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന ഒരു DIYയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അലോവേറ ചേർന്ന് വരുന്ന കാര്യം അതാണ് തേക്കുന്നത്. നോക്കിയേ, നല്ല നമ്മൾ ശരിക്കും ഒരു മസാജോട് കൂടിയാണ് തേക്കുന്നത്. അതുകൂടി ആകുമ്പോൾ നല്ലൊരു ഫേസിന് ഭയങ്കര നല്ലതാണ്. ഓക്കെ, അപ്പോൾ ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഓൾട്ടർനേറ്റ് ഡേയ്സാണ്. 1-2 ദിവസം ഞാൻ വെനോറ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ആൻറ്റി ഏജിങ് നൈറ്റ് ക്രീം ഞാൻ തയ്യാറാക്കി കാണിച്ചിരുന്നു. ദാറ്റ് ഈസ് അലോവേറ ജെല്ലും അതിനോടൊപ്പം വെജിറ്റബിൾ ഗ്ലിസറിനും പിന്നെ ഹോഹോബ ഓയിലും കൂടി ചേർന്നൊരു മിശ്രിതം. അതാണ് ഓൾട്ടർനേറ്റ് ഡേയ്സ് തേക്കുന്ന മുഖത്ത്. പക്ഷേ എല്ലാ ദിവസവും ഞാൻ നൈറ്റ് സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യുന്ന എല്ലാ ദിവസവും വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഈ രണ്ടും ഉപയോഗിക്കും മുഖത്ത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, വൈറ്റമിൻ സിയുടെ സെറം, വൈറ്റമിൻ ഇയുടെ ഓയിൽ, അത് രണ്ടും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു ക്രീം തേക്കുന്നത്, നൈറ്റ് ക്രീം. ഇതിപ്പോൾ വെനോറ ഓർഗാനിക്സിൻ്റെ ക്രീമാണ് ഇന്നിപ്പോൾ പുരട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം രാവിലെ ആവുമ്പോൾ മുഖമൊക്കെ നോക്കിയാൽ നല്ല ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നല്ല ഒരു ഓയിലി ഫിനിഷിങ്ങിലാണ് പോയി കിടക്കുന്നത്. രാവിലെ ആകുമ്പോൾ ഇത്ര ഓയിലിയൊന്നും ആയിരിക്കില്ല. ഇതൊക്കെ നമ്മുടെ സ്കിന്ന് അബ്സോർബ് ചെയ്തിട്ട് വേണ്ട റിപ്പയർ വർക്കെല്ലാം രാത്രി നടന്നുകൊണ്ടേയിരിക്കും നൈറ്റ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് പോയി മുഖം സാധാരണ കഴുകുന്ന പോലെ വാഷ് ചെയ്ത് നല്ല തണുത്ത വെള്ളത്തിലെല്ലാം കഴുകിയിട്ട് വന്നിട്ട് നമ്മുടെ ഡേ സ്കിൻ കെയർ റുട്ടീനോടുകൂടി ദിവസം ആരംഭിക്കുന്നു. മുട്ടയുടെ വെള്ള തൊട്ട് തുടങ്ങുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ.
അപ്പോൾ ഇതാണ് ഒരു സ്ഥിരമായിട്ട് റൂട്ടീൻ. പിന്നെ ലിപ്സിലും കൂടി ലിപ്സ് ഭയങ്കര ഡ്രൈ ആകാണ്ടിരിക്കാനും ഒക്കെ അത് സാധാരണ വാസ്ലിനാണ് കിട്ടുന്നത്. വാസ്ലിൻ അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ വേണമെങ്കിലും വർക്ക് ചെയ്ത്. ഇപ്പോൾ വാസ്ലിൻ അതും കൂടി ഇങ്ങനെ ചുണ്ടിൽ ഒട്ടും തന്നെ ഡ്രൈ ആവില്ല. അപ്പോൾ പല്ലെല്ലാം തേച്ച് കഴിഞ്ഞു, മേലെല്ലാം കഴുകി ഉറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നതല്ല. ഇങ്ങനെയൊക്കെ എല്ലാ ദിവസവും നമ്മൾ നന്നായിട്ട് സ്കിന്നൊക്കെ ടേക്ക് കെയർ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും. ഞാൻ പറ്റുന്ന ദിവസങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നു. വളരെ അപൂർവം പറ്റാത്ത ദിവസങ്ങളും ഉണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി മുടിയെല്ലാം ഉച്ചിയിൽ കെട്ടി വയ്ക്കും. അത് കാണിക്കണ്ടല്ലോ, നല്ലതായിട്ട് പൊക്കി ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അത് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ബാക്കി കലാപരിപാടികൾ ആരംഭിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ചോദ്യം ഉണ്ടാവും, വൈറ്റമിൻ സി ഏത് സെറം ഉപയോഗിക്കണം, വൈറ്റമിൻ ഇ ഏത് ഉപയോഗിക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെ ആമസോണിൽ അവൈലബിൾ ആണ്. വൈറ്റമിൻ സി സെറം ഒന്ന് അടിച്ച് നോക്കിയാൽ മതി. പല കമ്പനീസ്, നല്ല അറിയപ്പെടുന്ന കമ്പനീസിൽ നിന്ന് വാങ്ങിക്കുക. പിന്നെ അതുപോലെ ഇപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓൾറെഡി ഞാൻ വൈറ്റമിൻ സി സെറത്തിനെ കുറിച്ചൊക്കെ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിലെല്ലാം പറയുന്നുണ്ട്. അത് നോക്കി വാങ്ങിച്ചാൽ മതി. ഓക്കെ, അതുപോലെ വൈറ്റമിൻ ഇ വാങ്ങിക്കുന്ന കാര്യത്തിലും അതുപോലെ ഇതിപ്പോൾ നല്ല എന്താ പറയുക, വൈറ്റമിൻ സി ഇപ്പോൾ ഞാൻ മിനിമലിസ്റ്റിൻ്റെയാണ് ഇപ്പോൾ വൈറ്റമിൻ സി ഉപയോഗിക്കുന്നത്, ഇപ്പോൾ കറണ്ടായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വൈറ്റമിൻ ഇ ഓയിൽ തന്നെയാണ്, അതും ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഓക്കെ, പിന്നെ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ മറ്റേതറിയാമല്ലോ, ഓൾറെഡി വെനോറ ഓർഗാനിക്സ് ഞാൻ വീഡിയോ പല പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അവരുടെ തന്നെ നൈറ്റ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഗോൾഡ് സീരീസിലെ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ DIY ചെയ്ത് ഞാൻ ആൻറ്റി ഏജിങ് DIY നൈറ്റ് ക്രീം എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അതിൽ വേറൊന്നുമില്ല, അലോവേറ ജെല്ലും വെജിറ്റബിൾ ഗ്ലിസറിനും ഹൊഹോബ ഓയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ചേർത്താലും മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു വൈറ്റ് ക്രീം കിട്ടും. അത് തേച്ചാലും മതി, അത് ഈക്വലി ഗുഡാണ്. ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ആൻഡ് സി വൈറ്റമിൻ ഇ ഇത് രണ്ടും കഴിഞ്ഞിട്ട് കുറച്ച് അലോവേറ ജെല്ല് പുരട്ടിയിട്ട് കിടന്നാലും മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. കമൻറ്റ് ബോക്സിലേക്ക് വരിക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും നൈറ്റ് സ്കിൻ കെയറും സ്കിന്നൊക്കെ സൂക്ഷിക്കുന്നവർ. ചെയ്യാത്ത ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു തുടങ്ങുക, നല്ല റിസൾട്ടായിരിക്കും. നമുക്ക് നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയറും നമ്മുടെ ആരോഗ്യവും ഉള്ളിൽ കഴിക്കുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന എക്സസൈസും നമ്മുടെ ആക്ടിവിറ്റീസും നമ്മുടെ മനസ്സും ഒക്കെ നമ്മുടെ കയ്യിലാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ അത് കാത്തു സൂക്ഷിക്കാൻ, വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ അത് ടേക്ക് കെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.